ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. ഇപ്പോൾ LDF കൺവീനർ EP ജയരാജനാണ് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം സർ. മുസ്ലിം ലീഗ് സമീപ ഭാവിയിലെങ്കിലും ഇടതുമുന്നണിയിലേക്ക് വരും എന്നൊരു പ്രതീക്ഷ അങ്ങ് പുലർത്തുന്നുണ്ട്. അങ്ങനെ ഓരോ പാർട്ടിയെയും മുന്നണിയെയും ആശ്രയിച്ച് നിൽക്കുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. നയമാണ് അതിന്റെ അടിസ്ഥാനം, അതിന്റെ നിരീക്ഷണമാണ് അതിന്റെ പ്രശ്നം, രാജ്യത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ അതിനനുസരിച്ച് ചിന്തിക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി വരുവോ പോവുമോ അതൊന്നും അല്ല ഇടതുപക്ഷ മുന്നണി. അത് തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനമാണ്. ഇപ്പോൾ 3ാം സീറ്റ് സംബന്ധിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. മുസ്ലിം ലീഗ് ആ സീറ്റ് വേണമെന്ന് പറയുന്നു, കോൺഗ്രസ് പക്ഷേ ആ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നാണ് പറയുന്നത്. ഇക്കാര്യത്തെയൊക്കെ LDF എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് അവരുടെ കാര്യം. ഞങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം ജയിച്ചു വരണം. അത് ഇന്ത്യയുടെ താല്പര്യമാണ്, ഇന്ത്യൻ ജനതയുടെ താല്പര്യമാണ്. രാജ്യത്തിന്റെ മുമ്പിൽ വർഗീയ ഫാസിസ്റ്റ് ഭീകരത പാറിക്കളിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യം അനിവാര്യമാണ്. ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യത്തിലൂടെ മാത്രമേ ഈ BJP, RSS, സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ ഒരു വിരുദ്ധ പ്രസ്ഥാനം ശക്തിപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുക, വർദ്ധിപ്പിക്കുക, അത് ഇന്ത്യൻ ജനതയുടെ താല്പര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഈ ഒരു 3ാം സീറ്റ് സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നത് അവരുടെ വിജയസാധ്യതയെ ബാധിക്കില്ലേ? ലക്ഷ്യബോധമില്ലാത്ത കുറെ പാർട്ടികൾ, ഒരു മുന്നണിയാണത്. അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാജ്യത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വല്ല പ്രതികരണമുണ്ടോ? ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജാഥയുണ്ട്. ഇന്ത്യയിൽ RSS സംഘപരിവാറിന്റെ ആപത്തിനെതിരായിട്ട് അവർ പ്രസംഗിക്കുന്നുണ്ടോ? അവരെ വഴിക്ക് വെച്ച് തെറി പറയാനും അശ്ലീലം പറയാനും പിന്നെ ഗ്രൂപ്പ് കളി നടത്താനും ഇതാണല്ലോ ഇപ്പം നടക്കുന്നത്. ഇതാണോ കേരളത്തിന്റെ താല്പര്യം? കേരളത്തിന്റെ താല്പര്യം ഇന്ത്യ നേരിടുന്ന വിപത്തിനെതിരായിട്ട് ജനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ച് അതൊരു വലിയ മഹാപ്രസ്ഥാനമായി മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അത് ഇടതുപക്ഷ മുന്നണി നിർവഹിക്കുന്നുണ്ട്. ഇത് നയങ്ങളും പരിപാടികളും ലക്ഷ്യവുമില്ലാത്ത ഒരു കുറച്ച് പാർട്ടികൾ ചേർന്നിട്ടുള്ളൊരു മുന്നണിയായി അത് നിൽക്കുകയാണ്. അത് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടും. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് എത്ര സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്? അല്ല, തെരഞ്ഞെടുപ്പ് വരട്ടെ. ഇപ്പൊ സ്ഥാനാർത്ഥികളെ തന്നെ നിശ്ചയിച്ചിട്ടില്ലല്ലോ. അതിനു മുമ്പേ പ്രഖ്യാപനം തുടങ്ങിയാൽ എങ്ങനെയാ? എങ്കിലും മനസ്സിലൊരു പ്രതീക്ഷ കാണുമല്ലോ. എല്ലാ പ്രതീക്ഷയൊന്നും യാഥാർത്ഥ്യമാണെന്നില്ല. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തന്നെ ഞങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പൊ സ്ഥാനാർത്ഥികളൊക്കെ വന്നാൽ തീർച്ചയായും ജനങ്ങൾ ഞങ്ങളുടെ പക്ഷത്താണ്. ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. ആ ജനശക്തി ഞങ്ങളോടൊപ്പം നിന്ന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടതുപക്ഷം വിജയിച്ചു വരേണ്ട ആവശ്യകത മനസ്സിലാക്കിയ ജനതയുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോയിരുന്നു. അതാണ് എടുത്തു ചോദിക്കുന്നത്. കഴിഞ്ഞകാല അധ്യായം അതൊക്കെ പോയി. ആ കാലഘട്ടം സാഹചര്യങ്ങളൊക്കെ മാറി. ഇന്ന് പുതിയ സാഹചര്യങ്ങളും പുതിയ സ്ഥിതിഗതികളുമാണ്. അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും ഇപ്പോഴുണ്ടാകുന്ന വിധി. ഇപ്പോൾ 2ാം പിണറായി വിജയൻ സർക്കാരിനെതിരെ അടുത്ത ദിവസങ്ങളിൽ സപ്ലൈകോയുടെ വിഷയങ്ങൾ, വിലക്കയറ്റം, അങ്ങനെയുള്ള ധാരാളം വിഷയങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ ചർച്ചയാകുന്നുണ്ട്. അതിനൊക്കെ ഇടതുമുന്നണി ഭയക്കുന്നുണ്ടോ? ഞങ്ങൾ ഭയക്കേണ്ട കാര്യം എന്താ? ഇന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഓപ്പൺ മാർക്കറ്റ് വിലയേക്കാൾ 35% വില കുറച്ച് ഗവൺമെന്റ് സബ്സിഡി കൊടുത്ത് അത്യാവശ്യ സാധനങ്ങൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ? കേരളത്തിലേ ഉള്ളൂ. അതാ കേരളത്തിന്റെ പ്രത്യേകത. അതാണ് സിവിൽ സപ്ലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസം കൊടുക്കാൻ, ജനങ്ങളെ കൂടുതൽ സഹായിക്കാൻ, അവരുടെ പക്ഷത്ത് നിന്ന് കാര്യങ്ങൾ കണ്ട് കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്ന് ജനങ്ങൾക്കറിയാം. ഈ ക്ഷേമ പെൻഷൻ വിഷയവും UDF ഉയർത്തിക്കാട്ടുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ LDF പ്രതിരോധിക്കും? UDF എന്ത് ഉയർത്തി കാണിക്കാൻ? അവർക്കിതിന് പറയാൻ എന്താ അധികാരം? ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പോൾ ഏതാണ്ട് 42 ലക്ഷത്തോളം ആളുകൾക്ക് ഇപ്പോൾ അവരുടെ 1600 രൂപ വീതം അവർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതിനു പുറമെ ഒട്ടനവധി പെൻഷൻ, ഏതാണ്ട്
ഒരു 65 ലക്ഷത്തോളം ആളുകൾ കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ആ ജനങ്ങളുടെ കൈവശം പണം വരുന്നതുകൊണ്ട് അവർ ജീവിച്ചു പോകുന്നുണ്ട്. അത് മുടക്കം കൂടാതെ കൃത്യമായി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾ. കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ ഇതൊന്നും കൊടുക്കാതിരിക്കാൻ, കേരളത്തിന് തരേണ്ട പണം തരാതിരിക്കുക. അതിനോടൊപ്പമാണ് കേരളത്തിലെ UDF. കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പമാണ്. കേരളത്തിന് സഹായം കൊടുക്കരുത്. കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ ഇന്ന് വരെ എവിടെയെങ്കിലും UDF ഉണ്ടോ? കോവിഡ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള മാരകമായ രോഗങ്ങൾ, പ്രളയം, എന്തൊക്കെ രാജ്യം അഭിമുഖീകരിച്ചു? എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ ഇവർ? എവിടെയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇവിടെ സാലറി ചാലഞ്ച്, പൈസ ഇല്ല ഗവൺമെന്റ് കൈവശം. തൽക്കാലം ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കണം. നിപ്പ വൈറസ്, കോവിഡ്, പ്രളയം ഇതെല്ലാം വന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പോൾ ഒരു തൽക്കാലം വായ്പ വാങ്ങാൻ പുറപ്പെട്ടു. അതിനെതിരായിട്ട് ക്യാമ്പയിൻ ചെയ്തവരല്ലേ? പ്രവാസികൾ അതിന് സഹായം കൊടുക്കാൻ പാടില്ല എന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി പ്രചരിപ്പിച്ചവരല്ലേ UDFകാർ? അവരെന്തെങ്കിലും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ജനങ്ങൾക്കറിയാം. അവരെല്ലാം അവരോട് പ്രതികാരം വിട്ടാൻ കാത്തിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആ ജനത ഈ UDFന് പ്രതികാരം വിട്ടും അവിടെ ഈ നിഷ്ഠൂരമായ കൃത്യങ്ങൾക്കെതിരെയുള്ള കേരള ജനതയുടെ മറുപടിയായിരിക്കും വരിക. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരും നയിച്ച നവകേരള യാത്ര, ആ യാത്രയിലുടനീളം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് ജനങ്ങളോട് പറഞ്ഞത് കേന്ദ്ര സഹായം അല്ലെങ്കിൽ കേരളത്തിനുള്ള വിഹിതം കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ പല വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു നിൽക്കുന്നു. പാലങ്ങളുടെ നിർമ്മാണം, ഗ്രാമീണ മേഖലകളിൽ പല വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഫണ്ടിന്റെ ഒരു അപര്യാപ്തതയുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDF എങ്ങനെയായിരിക്കും ജനങ്ങളെ ബോധവൽക്കരിക്കുക? ഫലപ്രദമായ ഒരു മാനേജ്മെന്റ്, ഒരു പ്ലാനിംഗ് ഉണ്ട്. അതനുസരിച്ചുകൊണ്ട് ഇനി കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം തന്നില്ലെങ്കിൽ പോലും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കേണ്ടി വരില്ല. എല്ലാം നടത്തും. ജനങ്ങൾക്കുള്ള ആശ്വാസ പദ്ധതികളെല്ലാം നടപ്പിലാക്കും. ജനങ്ങൾക്കുള്ള പെൻഷൻ മുഴുവൻ ഞങ്ങൾ കൊടുക്കും. ഇന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഒരു മുടക്കം കൂടാതെ കൃത്യമായി ചെയ്തു കൊടുത്ത് ജനങ്ങളെ സേവിക്കും. എന്ത് കേന്ദ്ര ഗവൺമെന്റും UDFും അതിന് തടസ്സമുണ്ടാക്കാൻ വന്നാലും അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്യും. ഈ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ, അത് ഇപ്പൊ NDA ആയാലും UDF ആയാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണയൊക്കെ അവകാശപ്പെടുന്നുണ്ട്. LDFനെ സംബന്ധിച്ച് മതന്യൂനപക്ഷങ്ങളുടെ ഒരു പിന്തുണ എത്രമാത്രം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ? ന്യൂനപക്ഷങ്ങൾ ഭയപ്പാടിലാണ്, ഉത്കണ്ഠയിലാണ്. അവരിന്ന് ആശ്വാസം കാണുന്നത് ഇടതുപക്ഷത്തിലാണ്. ഇടതുപക്ഷത്തെ CPMനെ വിശ്വസിക്കാൻ കൊള്ളൂ. മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അവർ പല പ്രദേശങ്ങളിലും അവരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റാണ്, പല കാര്യങ്ങളിലും യോജിപ്പാണ്. പൂജ നടത്താൻ നടക്കുകയാണ് കുറേ ആളുകൾ. അയോധ്യയിലേക്ക് പോകാൻ പുറപ്പെടുകയാണ് കുറേ കോൺഗ്രസ് നേതാക്കന്മാർ. എന്തോ പോവുക, പ്രാർത്ഥിക്കുകയോ എന്തോ ചെയ്തോട്ടെ, അത് അവരുടെ കാര്യം. പക്ഷേ ഇന്ത്യ ഒരു മതനിരപേക്ഷതാ രാജ്യമാണ്. ആ മതനിരപേക്ഷതാ രാജ്യത്ത് ദൈവത്തെയും വിശ്വാസത്തെയും വർഗീയവൽക്കരിച്ച് മതനിരപേക്ഷതയെ തകർക്കുന്ന BJPയുടെ നയത്തോടൊപ്പമല്ലേ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ഭാഗമായിട്ടല്ലേ അവരിപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ, ഈ അയോധ്യയിലേക്ക് പോകുന്നത്? അങ്ങനെയുള്ള ഒരു പാർട്ടി എന്ത് മതനിരപേക്ഷത കൈകാര്യം ചെയ്യാനാണ്? അവർക്ക് എന്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കും? ഇവിടെ അയോധ്യയിൽ പോകാൻ പറ്റാത്ത കോൺഗ്രസിന്റെ നേതാക്കൾ അടുത്ത വേറെ സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്ത് മതനിരപേക്ഷതയാണ് അവർക്കുള്ളത്? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്നുണ്ടോ? അവിടെ കോൺഗ്രസ് ദുർബലപ്പെടുന്നുണ്ട്, ജനങ്ങൾ ഒറ്റപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളുമൊക്കെ വളരെ ഭയത്തിലാണ്. വിശ്വാസികൾ ഹിന്ദുമത വിശ്വാസത്തെ തന്നെ ദുരുപയോഗപ്പെടുത്തുകയില്ലേ? ദൈവവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയില്ലേ? ഇതിങ്ങനെ പള്ളിയും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം പൊളിക്കാനും തകർക്കാനും പുറപ്പെട്ടാൽ എവിടെ എത്തും? അതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാനാണോ? ആ മണിപ്പൂർ കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ? കാശ്മീർ കൊണ്ടുപോയി തകർത്തില്ലേ? ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖല സംസ്ഥാനങ്ങളിൽ മുഴുവൻ പ്രശ്നങ്ങളല്ലേ? ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ നിർഭയമായി തീവണ്ടിയിൽ ആൾ യാത്ര ചെയ്യുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങൾ നിർഭയമായി യാത്ര ചെയ്യുന്നുണ്ടോ? എവിടെ എത്തിച്ചു ഇന്ത്യയെ? ഈ കോൺഗ്രസ് എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ ഈ കോൺഗ്രസ് ഉണ്ടോ? അതുകൊണ്ട് കോൺഗ്രസ് ന്യൂനപക്ഷ സംരക്ഷണമോ മതനിരപേക്ഷതയോ കാത്തുസൂക്ഷിക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് അവരിലെല്ലാം
അവർക്ക് പിന്നിൽ അണിനിരന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെ അവരെ നകലുകയാണ്, ഇടതുപക്ഷത്തോടൊപ്പം സഹകരിച്ചു വരികയാണ്. തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു. അവിടെ ഇക്കുറി വിജയിക്കുമെന്നൊരു പ്രതീക്ഷ NDA പുലർത്തുന്നുണ്ട്. ആ മണ്ഡലത്തിലൊക്കെ, അത്തരം മണ്ഡലങ്ങളിലൊക്കെ LDF എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരാൾക്ക് ആഗ്രഹിക്കുന്നതിന് അവരെ തടസ്സപ്പെടുത്താൻ കഴിയുമോ? മനുഷ്യൻ എന്തും ആഗ്രഹിക്കാലോ. ആ കൂട്ടത്തിലൊരാഗ്രഹം ഇത്. മനുഷ്യനിങ്ങനെ ആകാശത്തിലൂടെ പറക്കുന്നു, ആഗ്രഹിക്കാം. കടലിന് മുകളിലൂടെ നടന്നു പോകുന്നു മനുഷ്യനിങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക്, ആഗ്രഹിക്കാം. അത് സ്വപ്നലോകം. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കാര്യങ്ങൾ നടത്തിയിട്ടും അല്ലെങ്കിൽ പ്രചരണം പോലെ കാര്യങ്ങൾ നടത്തിയിട്ടും പ്രയോജനമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെന്താ സംശയം? കേരളത്തിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് കേരള സമൂഹം, അനുഭവങ്ങളുള്ളവരാണ്. അങ്ങനെയുള്ളൊരു ജനറേഷനുള്ള നാടിനെ ഒന്നും തെറ്റിദ്ധരിപ്പിക്കാനും അന്ധവിശ്വാസവും അനാചാരവും കൊണ്ട് അവരെ കീഴ്പ്പെടുത്താനും സാധിക്കില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം LDF-ന്റെ വന്നിട്ടില്ല. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ, അതിനുശേഷം LDF-ന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് പ്രതികരിക്കാമെന്നാണ് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞിരിക്കുന്നതെങ്കിലും അദ്ദേഹം ഒരു കാര്യം പറയുന്നു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യമല്ല ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഇടതുമുന്നണി ഒരു വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.